നിങ്ങളിൽ പലരും വിചാരിച്ചിരിക്കുന്നത് റിട്ടയർമെൻറ്റ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ബാങ്കിൽ കുറച്ചധികം പൈസ ഇട്ടിട്ട് അതിൽ നിന്നുള്ള വരുമാനം ഉപയോഗിച്ച് ജീവിതാവസാനം വരെ സുഖമായിട്ട് മുന്നോട്ട് പോകുക എന്നുള്ളതാണ്. പക്ഷേ ഇപ്പോഴത്തെ അവസ്ഥ അനുസരിച്ച് ബാങ്കിൽ ഒരു തുക നിക്ഷേപിച്ച് അതിൽ നിന്ന് ലാഭം എടുത്തുകൊണ്ട് ജീവിതാവസാനം വരെ മുന്നോട്ട് പോകുക എന്ന് പറയുന്നത് പല ആളുകൾക്കും പറ്റാത്തൊരു കാര്യമാണ്. റിട്ടയർമെൻറ്റ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ സാമ്പത്തികവും അല്ലാതെയുമുള്ള പല കാര്യങ്ങളും കൃത്യമായിട്ട് പ്ലാൻ ചെയ്തുകൊണ്ട് എക്സിക്യൂട്ട് ചെയ്താൽ മാത്രം നല്ല രീതിയിൽ മുന്നോട്ട് പോകുന്ന ഒരു കാര്യമാണ്. അതല്ലാന്നുണ്ടെങ്കിൽ നിങ്ങളുടെ റിട്ടയർമെൻറ്റ് എന്ന് പറയുന്നത് നരകതുല്യമായി മാറാനുള്ള സാധ്യതയുണ്ട്. ഇന്ന് ഈ വീഡിയോയിലൂടെ പറയുന്നത് ഒരു 20 കാര്യങ്ങളാണ്. ഈ 20 ചോദ്യങ്ങൾക്ക് നിങ്ങൾ യെസ് നോ എന്ന് പറഞ്ഞ ഉത്തരം നിങ്ങൾ കൊടുക്കുകയാണെന്നുണ്ടെങ്കിൽ നിങ്ങൾ ആ 20 ചോദ്യങ്ങളിൽ 16 അതിൽ കൂടുതലോ ചോദ്യങ്ങൾക്ക് നിങ്ങൾ യെസ് എന്നാണ് ഉത്തരം പറയുന്നതെന്നുണ്ടെങ്കിൽ നിങ്ങൾ റിട്ടയർമെൻറ്റിന് റെഡിയായി എന്നാണ്. അതല്ല 16 കുറവാണെന്നുണ്ടെങ്കിൽ നിങ്ങൾ ഒരു കാരണവശാലും തിരക്ക് പിടിച്ച റിട്ടയർമെൻറ്റുമായിട്ട് മുന്നോട്ട് പോകരുത് എന്നും കൂടെ എനിക്ക് അഭ്യർത്ഥിക്കാനുണ്ട്. അപ്പോൾ ആ 20 ചോദ്യങ്ങളിലേക്ക് പോകാം. ഒന്നാമതായിട്ട് നിങ്ങൾക്ക് നിങ്ങളുടെ റിട്ടയർമെൻറ്റുമായിട്ട് മുന്നോട്ട് പോകുമ്പോൾ നിങ്ങളുടെ ആനുവൽ എക്സ്പെൻസ് എന്തുമാത്രം വരും എന്നുള്ളത് നിങ്ങൾക്കറിയാമോ? അതായത് നിങ്ങൾ റിട്ടയറായി അതിനുശേഷം നിങ്ങളുടെ ജീവിതവുമായിട്ട് മുന്നോട്ട് പോകുമ്പോൾ നിങ്ങൾക്ക് എന്തായാലും ചെയ്യേണ്ടി വരുന്നതും അതല്ല ഇടയ്ക്കൊക്കെ ഒരു എൻ്റർടൈൻമെൻറ്റിന് വേണ്ടി ചെയ്യേണ്ടി വരുന്നതുമായ പല കാര്യങ്ങളുണ്ടാവും. ആ കാര്യങ്ങൾക്കൊക്കെ കൂടെ ഒരു വർഷം ഏകദേശം എത്ര രൂപ ചിലവാകും എന്നുള്ളൊരു കണക്കുണ്ടോ എന്നുള്ളതാണ് ആദ്യത്തെ ചോദ്യം. ഉണ്ട് അല്ലെങ്കിൽ ഇല്ല എന്ന് നിങ്ങൾ മാർക്ക് ചെയ്ത് വെച്ചോളൂ. രണ്ടാമത്തെ ചോദ്യം എന്താണെന്ന് വെച്ചാൽ നിങ്ങൾ ജീവിത അവസാനം വരെ നിങ്ങൾക്ക് ഗ്യാരണ്ടീഡായിട്ട് ഉറപ്പായിട്ട് നിങ്ങൾക്ക് കിട്ടുന്ന തരത്തിലുള്ള എന്തെങ്കിലും വരുമാന സ്രോതസ്സുകൾ ഉണ്ടോ എന്നുള്ളതാണ്. ആ വരുമാന സ്രോതസ്സുകൾ നിങ്ങളുടെ റിട്ടയർമെൻറ്റ് സമയത്തെ എക്സ്പെൻസിനെ മീറ്റ് ചെയ്യാൻ പറ്റുന്നത് ആയിരിക്കുകയും വേണം എന്നുള്ളതാണ്. ഈ 2 കാര്യങ്ങളും ഉൾപ്പെടുന്നുണ്ട് എന്നുണ്ടെങ്കിൽ നിങ്ങൾ യെസ് എന്ന് നിങ്ങൾ നോട്ട് ചെയ്യാം, അല്ല എന്നുണ്ടെങ്കിൽ നോ എന്നാണ് ഉത്തരം വരേണ്ടത്. മൂന്നാമത്തേത്, ഓരോ മാസവും എങ്ങനെ നിങ്ങളുടെ ചെലവുകൾ റിട്ടയർമെൻറ്റ് കാലത്ത് നടത്താൻ പറ്റും എന്നുള്ളതിനെ പറ്റിയിട്ടുള്ള ഒരു സിസ്റ്റമാറ്റിക് വിഡ്രോവൽ പ്ലാനിങ് നിങ്ങളുടെ കയ്യിലുണ്ടോ? അതിൻ്റെ റേറ്റ് എന്ന് പറയുന്നത് 3%-നും 4%-നും ഇടയ്ക്കൊക്കെയാണോ എന്നുള്ളതാണ്. അതായത് നിങ്ങളുടെ കയ്യിൽ 1 കോടി രൂപയുണ്ട് എന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഒരു വർഷം മാക്സിമം ഉപയോഗിക്കാൻ പറ്റുന്നത് 4 ലക്ഷമാണ്. അതായത് ഒരു മാസം നിങ്ങൾക്ക് ഉപയോഗിക്കാൻ പറ്റുന്നത് ഏകദേശം 33,000 രൂപയോളമൊക്കെയാണ്. അങ്ങനെ ഒരു കാൽക്കുലേഷൻ നിങ്ങൾക്കുണ്ടോ? അത് 4%-ത്തിൽ താഴെയാണോ എന്നുള്ളതാണ് അടുത്ത ചോദ്യം. നിങ്ങൾ ഈ കണക്കെല്ലാം കൂട്ടുന്ന സമയത്ത് നിങ്ങൾ ഇൻഫ്ലേഷൻ അല്ലെങ്കിൽ പണപ്പെരുപ്പം എന്ന് പറഞ്ഞ കാര്യത്തിനെ നിങ്ങൾ കൺസിഡർ ചെയ്തിട്ടുണ്ടോ എന്നുള്ളതാണ് അടുത്തായിട്ടുള്ള ചോദ്യം. നിങ്ങൾക്ക് ഇന്ന് ഒരു 50,000 രൂപ ചിലവുള്ള ഒരാൾ 10 വർഷം കഴിയുമ്പോൾ അയാളുടെ മാസ ചിലവ് എന്ന് പറയുന്നത് 1 ലക്ഷമായിട്ട് മാറാനുള്ള സാധ്യതയുണ്ട്. അതാണ് ഇന്ത്യയിലെ ഇൻഫ്ലേഷൻ സെനാരിയോ പറയുന്നത്. ആ ഒരു ഇൻഫ്ലേഷനെ കൺസിഡർ ചെയ്തുകൊണ്ടാണോ നിങ്ങളുടെ കോർപ്പസ് നിങ്ങൾ കാൽക്കുലേറ്റ് ചെയ്തിട്ടുള്ളത് എന്നുള്ളതാണ് അടുത്ത ചോദ്യം. ഓരോ മാസവും നിങ്ങൾ വിഡ്രോ ചെയ്യുമ്പോൾ നിങ്ങൾക്ക് ആ വിഡ്രോവൽ നിങ്ങളുടെ കോർപ്പസിനെ എങ്ങനെ എഫക്റ്റ് ചെയ്യുന്നു എന്നുള്ളതും അതുപോലെ അത് ടാക്സുമായി ബന്ധപ്പെട്ട് എന്തൊക്കെ കാര്യത്തിലുള്ള ചേഞ്ചസ്, എന്തൊക്കെ ഗുണപരമായിട്ടുള്ള കാര്യങ്ങൾ അല്ലെങ്കിൽ മോശമായിട്ടുള്ള കാര്യങ്ങൾ വരുന്നു എന്നുള്ളത് നിങ്ങൾ കൃത്യമായിട്ട് മനസ്സിലാക്കിയിട്ടുണ്ടോ എന്നുള്ളതാണ് അടുത്തതായിട്ടുള്ള ചോദ്യം. അടുത്തതായിട്ട് നിങ്ങൾ ശ്രദ്ധിക്കേണ്ടത് ഹെൽത്തും റിസ്ക്കും അതുപോലെ എമർജൻസി പരമായിട്ടുള്ള കാര്യങ്ങളെയും പറ്റിയിട്ടുള്ള ക്വസ്റ്റ്യനുകളാണ്. അതിൽ ഒന്നാമത്തെ ചോദ്യം എന്താണെന്ന് വെച്ചാൽ നിങ്ങൾക്ക് ഉറപ്പായിട്ടും കവറേജ് കിട്ടുന്ന തരത്തിലുള്ള ഒരു മെഡിക്കൽ ഇൻഷുറൻസ് പദ്ധതി ഉണ്ടോ എന്നുള്ളതാണ്. ഉദാഹരണമായിട്ട് പറയുകയാണെങ്കിൽ നിങ്ങൾക്ക് നല്ലൊരു മെഡിക്കൽ ഇൻഷുറൻസ് പ്ലാനും അതിൻ്റെ ഒരു സൂപ്പർ ടോപ്പ് പോളിസിയും ഒക്കെ ഉണ്ടോ എന്നുള്ളതാണ് 6ാമത്തെ ചോദ്യമായിട്ട് ഞാൻ ചോദിക്കാനുള്ളത്. നിങ്ങൾക്കൊരു റിട്ടയർമെൻറ്റ് കോർപ്പസ് ഉണ്ട്, അതിന് പുറമെ നിങ്ങൾക്ക് എന്തെങ്കിലും ഒരു അർജൻറ്റായിട്ടുള്ള ഒരു ആവശ്യം വന്നു കഴിഞ്ഞാൽ നിങ്ങൾക്കത് നടത്തിയെടുക്കാനുള്ള ഒരു എമർജൻസി കോർപ്പസ് റിട്ടയർമെൻറ്റ് സമയത്തും ഉണ്ടാകുമോ എന്നുള്ളതാണ്. അതായത് ഇപ്പോൾ നിങ്ങളുടെ വണ്ടിയുടെ ടയർ 4 മാറ്റണം, അതല്ല നിങ്ങളുടെ വീട്ടിലൊരു ഹോം അപ്ലയൻസ് മാറ്റണം, അതല്ല നിങ്ങളുടെ വീടിൻ്റെ മേൽക്കൂരയിലേക്ക് ഒരു സാരമായ തകരാറ് വന്നു അത് മാറ്റണം. അങ്ങനെയുള്ള എമർജൻസി ആയിട്ടുള്ള അൺഎക്സ്പെക്റ്റഡ് ആയിട്ടുള്ള കാര്യങ്ങൾക്കായിട്ട് നിങ്ങൾ എന്തെങ്കിലും കരുതി വെച്ചിട്ടുണ്ടോ എന്നുള്ളതാണ് ആ 7ാമത്തെ ചോദ്യം. അതിന് യെസ് അല്ലെങ്കിൽ നോ എന്നുള്ളത് ഉത്തരം നിങ്ങൾ എഴുതണം. നിങ്ങളുടെ കയ്യിലുള്ള റിട്ടയർമെൻറ്റ് കോർപ്പസ് തുടർച്ചയായിട്ട് ഒരു 5-6 വർഷം നെഗറ്റീവ് റിട്ടേൺ തന്നു എന്ന് കരുതുക. ഉദാഹരണമായിട്ട് പറയുകയാണെങ്കിൽ നിങ്ങൾ സ്റ്റോക്ക് മാർക്കറ്റിലാണ് നിക്ഷേപിച്ചിട്ടുള്ളത്, സ്റ്റോക്ക് അധിഷ്ഠിത മ്യൂച്വൽ ഫണ്ടുകളിലാണ് നിങ്ങൾ നിക്ഷേപിച്ചിട്ടുള്ളത് എന്നുണ്ടെങ്കിൽ അത് തരുന്നൊരു റിട്ടേൺ നെഗറ്റീവാണ് എന്നുണ്ടെങ്കിൽ നിങ്ങളുടെ റിട്ടയർമെൻറ്റിനെ അത് എഫക്റ്റ് ചെയ്യുന്നില്ലല്ലോ എന്ന് ഉറപ്പുവരുത്തിയിട്ടുണ്ടോ എന്നുള്ളതാണ് അടുത്ത ഒരു ചോദ്യം. ഇതിനെ നമ്മൾ പറയുന്ന പേര് സീക്വൻസ് ഓഫ് റിട്ടേൺ റിസ്ക് എന്നാണ് ഫിനാൻഷ്യൽ ടേംസിൽ പറയുക. ഇങ്ങനൊരു തുടർച്ചയായിട്ട് നെഗറ്റീവ് റിട്ടേൺ വരുന്ന ഒരു സിറ്റുവേഷനെ മാനേജ് ചെയ്യാനുള്ള കാര്യങ്ങൾ നമ്മൾ റിട്ടയർമെൻറ്റ് പ്ലാനിങ്ങിൽ ചെയ്തിട്ടുണ്ടോ എന്നുള്ളതാണ് അടുത്ത ചോദ്യം.
ഹെൽത്ത് കെയറുമായിട്ട് ബന്ധപ്പെട്ട് നമ്മൾക്ക് വരുന്ന രോഗങ്ങൾ ചികിത്സയുമായിട്ടൊക്കെ ബന്ധപ്പെട്ട് ഓരോ വർഷം തോറും ഈ അതിൻ്റെ കോസ്റ്റ് വളരെ കൂടി വരുന്നൊരു ട്രെൻഡ് നിങ്ങൾക്ക് എല്ലാവർക്കും മനസ്സിലായിട്ടുള്ളതായിരിക്കും. അങ്ങനെ കൂടി വരുന്ന ട്രെൻഡിനനുസരിച്ച് നിങ്ങൾ ഒരു അഡീഷണൽ ആയിട്ടുള്ള ഒരു ഹെൽത്ത് കെയർ കിറ്റ് നിങ്ങൾ ഉണ്ടാക്കി വെച്ചിട്ടുണ്ടോ? അത് നിങ്ങളുടെ ആരോഗ്യപരമായിട്ടുള്ള കാര്യങ്ങളിൽ എന്തെങ്കിലും നിങ്ങളുടെ ഇൻഷുറൻസ് കമ്പനി തരാതിരുന്നു കഴിഞ്ഞാൽ അത് മാനേജ് ചെയ്യുന്നതിനായിട്ട് നിങ്ങളുടെ കയ്യിൽ ഒരു കോർപ്പസ് ഉണ്ടോ എന്നുള്ളതാണ് 9ാമത്തെ ചോദ്യം. 10ാമത്തെ ചോദ്യം എന്താണെന്ന് വെച്ചാൽ നിങ്ങളുടെ അസറ്റുകൾ, ആസ്തികളും നിങ്ങളുടെ ബാധ്യതകളും നിങ്ങളുടെ ഇൻകം സോഴ്സുകളെയും പറ്റിയെല്ലാം കൃത്യമായിട്ടുള്ള രീതിയിൽ ഡോക്യുമെൻ്റ് ചെയ്യുകയും നിങ്ങളുടെ ഫാമിലിയുമായിട്ട് അത് ഷെയർ ചെയ്യുകയും നിങ്ങൾക്ക് എന്തെങ്കിലും സംഭവിച്ചു കഴിഞ്ഞാൽ നിങ്ങളത് കൃത്യമായിട്ട് അതിൻ്റെ നോമിനിക്കോ അതിൻ്റെ അവകാശികൾക്കോ എത്തുന്ന രീതിയിലുള്ള ഡോക്യുമെൻറ്റേഷൻ ചെയ്തു വെച്ചിട്ടുണ്ടോ എന്നുള്ളതാണ് 10ാമത്തെ പ്രധാനപ്പെട്ട കാര്യം. സാമ്പത്തിക ഭദ്രതയുള്ള ഒരു നല്ല റിട്ടയർമെൻറ്റ് എന്ന് പറയുന്നത് വളരെ കൃത്യമായിട്ടുള്ള പ്ലാനിങ്ങോട് കൂടി മുന്നോട്ട് പോയാൽ മാത്രം ഉണ്ടാക്കാൻ കഴിയുന്ന ഒരു കാര്യമാണ്. ഇതിൽ പറയുന്ന പല കാര്യങ്ങളും നിങ്ങൾക്ക് ചിലപ്പോൾ അറിയില്ലാത്ത ഒരു കാര്യമായിരിക്കാം, നിങ്ങൾക്ക് അതിനെപ്പറ്റി സംശയങ്ങളുണ്ടായിരിക്കാം. അങ്ങനെ എന്തെങ്കിലും സംശയങ്ങളൊക്കെ ഉണ്ടെന്നുണ്ടെങ്കിൽ റുപ്പി മങ്ക് പുതിയതായിട്ടൊരു സ്റ്റാർട്ട് ചെയ്തിട്ടുള്ളൊരു പ്രോഗ്രാമാണ് റിട്ടയർ മോങ്ക് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ. റിട്ടയർമെൻറ്റുമായി മാത്രം ബന്ധപ്പെട്ടുള്ള കാര്യങ്ങൾ ഷെയർ ചെയ്യുകയും അതുമായിട്ട് ബന്ധപ്പെട്ടുള്ള വീഡിയോകളും അതുമായിട്ട് ബന്ധപ്പെട്ടുള്ള കാൽക്കുലേറ്ററുകളും അതുമായിട്ട് ബന്ധപ്പെട്ടുള്ള സപ്പോർട്ടുകളും നൽകുന്ന റിട്ടയർ മോങ്ക് എന്ന് പറഞ്ഞിട്ടുള്ള പ്രോഗ്രാമുമായിട്ട് നിങ്ങൾക്ക് അസോസിയേറ്റ് ചെയ്യാൻ താല്പര്യമുണ്ട് എന്നുണ്ടെങ്കിൽ നമ്മുടെ വാട്സപ്പ് നമ്പർ 8848030018 നിങ്ങൾ റിട്ടയർ എന്നൊന്ന് മെസ്സേജ് ചെയ്യുന്നത് നന്നായിരിക്കും. നിങ്ങളുടെ കയ്യിലൊരു റിട്ടയർമെൻറ്റ് കോർപ്പസ് ഉണ്ട്, അത് പക്ഷേ മറ്റുള്ള കാര്യങ്ങൾക്കായിട്ട് എടുത്ത് ഉപയോഗിക്കേണ്ടി വരില്ലല്ലോ എന്നുള്ളതാണ് ഒരു ചോദ്യം. ഉദാഹരണമായിട്ട് പറയുകയാണെങ്കിൽ നിങ്ങളുടെ കുട്ടികളുടെ വിദ്യാഭ്യാസത്തിനായിട്ട് നിങ്ങൾക്ക് മറ്റൊരു സംഗതി ഉണ്ടോ, അല്ലെങ്കിൽ നിങ്ങളുടെ കുട്ടികളുടെ വിവാഹം നടത്തുന്നതിനായിട്ട് മറ്റൊരു എമൗണ്ട് ഉണ്ടോ എന്നുള്ള കാര്യങ്ങളാണ് അടുത്ത ചോദ്യത്തിൽ നിങ്ങൾ മനസ്സിലാക്കേണ്ടത്. ഈ കാര്യങ്ങൾക്കെല്ലാം സെപ്പറേറ്റ് ആയിട്ട് നിങ്ങളുടെ അക്കൗണ്ടുകളും നിങ്ങൾക്ക് അതിൻ്റെ ഇൻവെസ്റ്റ്മെൻറ്റുകൾ ഉണ്ടെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് യെസ് എന്ന് എഴുതാം. അതല്ല നിങ്ങൾ ഈ എല്ലാ എമൗണ്ടും ഈ റിട്ടയർമെൻറ്റുമായിട്ട് ബന്ധപ്പെട്ട് തന്നെയാണ് ഉപയോഗിക്കാൻ ഉദ്ദേശിക്കുന്നതെങ്കിൽ നോ എന്നാണ് എഴുതേണ്ടത്. നിങ്ങൾക്ക് കൺസ്യൂമർ ഡെറ്റുമായിട്ട് ബന്ധപ്പെട്ട് ക്രെഡിറ്റ് കാർഡുകൾ, പേഴ്സണൽ ലോണുകൾ പോലുള്ള ചെറുകിട ലോണുകൾ നിങ്ങളുടെ കയ്യിലുണ്ടോ എന്നുള്ളതാണ് 12ാമത്തെ ക്വസ്റ്റ്യൻ. അത്തരം ലോണുകളും കാര്യങ്ങളൊക്കെ ഉണ്ട് എന്നുണ്ടെങ്കിൽ അത് ഉയർന്ന തരത്തിലുള്ള ഇൻട്രസ്റ്റ് തരുന്ന ഒരു ലോണാണ് എന്നുള്ളത് കൊണ്ട് തന്നെ നിങ്ങൾ റിട്ടയർമെൻറ്റ് ചെയ്യാൻ പോകുന്നതിന് മുൻപ് തന്നെ നിങ്ങൾ അത്തരം കാര്യങ്ങളൊക്കെ ഒഴിവാക്കണം. 13ാമത്തെ ചോദ്യം എന്താണെന്ന് വെച്ചാൽ നിങ്ങൾക്ക് സ്വന്തമായി താമസിക്കാൻ ഒരു വീടുണ്ട്, നിങ്ങളുടെ കുടുംബത്തിന് സ്വന്തമായിട്ട് വീടുണ്ട്, അതിന്മേൽ യാതൊരുവിധ ബാധ്യതകളും ഇല്ല, ബാങ്കുമായിട്ടോ മറ്റുള്ള ആളുകളുമായിട്ടോ യാതൊരുവിധ ബാധ്യതകളും ഇല്ലാത്ത നിങ്ങളുടെ ഫാമിലിക്ക് സ്വന്തമായിട്ട് താമസിക്കാൻ യോഗ്യമായിട്ടുള്ള നല്ലൊരു വീടുണ്ട് എന്നുണ്ടെങ്കിൽ നിങ്ങൾ യെസ് എന്ന് ടിക്ക് ചെയ്യേണ്ടതാണ്. 14ാമത്തെ ചോദ്യം എന്താണെന്ന് വെച്ചാൽ നിങ്ങൾക്ക് കുട്ടികളുണ്ട് എന്നുണ്ടെങ്കിൽ അവർ ഫിനാൻഷ്യലി ഇൻഡിപെൻഡൻ്റ് ആണ്, അവർക്ക് നിങ്ങളുമായിട്ട് മറ്റൊരു ബാധ്യതകളൊന്നുമില്ല എന്നുണ്ടെങ്കിൽ നിങ്ങൾ യെസ് എന്ന് ടിക്ക് ചെയ്യണം. ഫിനാൻഷ്യലി ഇൻഡിപെൻഡൻ്റ് ആയിട്ടുള്ള കുട്ടികൾ ഉണ്ടാവുക എന്നുള്ളത് റിട്ടയർമെൻറ്റ് പോലുള്ള സംഗതികൾ വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യമാണ്. ഫിനാൻഷ്യൽ ഡിപ്പെൻഡൻ്റ് ആയിട്ടുള്ള കുട്ടികളാണ്, നമ്മളെ ആശ്രയിച്ചാണ് കുട്ടികൾ ജീവിക്കാൻ പോകുന്നത് എന്നുണ്ടെങ്കിൽ അത് വളരെ നെഗറ്റീവായിട്ട് നമ്മുടെ റിട്ടയർമെൻറ്റിനെ എഫക്റ്റ് ചെയ്യാനായിട്ടുള്ള സാധ്യതയുണ്ട്. അതുകൊണ്ടാണ് ഈ ചോദ്യം. 15ാമത്തെ ചോദ്യം എന്താണെന്ന് വെച്ചാൽ നിങ്ങൾ റിട്ടയർമെൻറ്റിന് ശേഷം എവിടെ എങ്ങനെ ജീവിക്കുന്നു എന്നുള്ളത് ഉറപ്പുവരുത്തിയിട്ടുണ്ടോ എന്നുള്ളതാണ്. അതായത് ഉദാഹരണമായിട്ട് പറയുകയാണെന്നുണ്ടെങ്കിൽ നിങ്ങളിപ്പോൾ ഒരു NRI ആണ് എന്നുണ്ടെങ്കിൽ നിങ്ങൾ നാട്ടിൽ വന്ന് സെറ്റിൽ ചെയ്യാൻ ഉദ്ദേശിക്കുന്നുണ്ടെന്നുണ്ടെങ്കിൽ നിങ്ങൾ അങ്ങനെ ഒരു തീരുമാനം എടുത്ത് അതിനായിട്ട് മുന്നോട്ട് പോയി അതിനുള്ള കാര്യങ്ങളെല്ലാം ചെയ്തിട്ടുണ്ടെങ്കിൽ യെസ് എന്ന് ഇത് ചെയ്യാം. അതല്ല നിങ്ങൾ NRI ആണ്, ഇനി എവിടെ റിട്ടയർ ചെയ്യണം, നിങ്ങൾക്ക് കാനഡയിൽ പോകണോ, ഇംഗ്ലണ്ടിൽ പോകണോ, അല്ല UAE തന്നെ താമസിക്കണോ, അല്ലെങ്കിൽ ഇന്ത്യയിലേക്ക് തിരിച്ചു വരണോ, അങ്ങനെയുള്ളൊരു ഡിസിഷൻ ഇതുവരെയും വന്നിട്ടില്ല എന്നുണ്ടെങ്കിൽ നിങ്ങൾ നോ എന്നാണ് കൊടുക്കുന്നത്. റിട്ടയർമെൻറ്റ് എടുക്കുന്നതിന് മുൻപ് നിങ്ങൾ പ്രത്യേകം ശ്രദ്ധിക്കേണ്ടത് എന്താണെന്ന് വെച്ചാൽ നിങ്ങളുടെ റിട്ടയർമെൻറ്റ് ജീവിതം നിങ്ങൾ എവിടെ കഴിച്ചു കൂട്ടാൻ ആഗ്രഹിക്കുന്നു എന്നുള്ളതിനെ പറ്റിയുള്ള ഒരു ക്ലിയർ ആയിട്ടുള്ള ഡയറക്ഷൻ ഉണ്ടാക്കുക എന്നുള്ളതാണ്. നിങ്ങൾ റിട്ടയർ ചെയ്യുന്നത് നിങ്ങൾ ചെയ്തിരിക്കുന്ന ജോലി മടുത്തതുകൊണ്ടോ, നിങ്ങളുടെ ബോസിനെ മടുത്തതുകൊണ്ടോ, അല്ലെങ്കിൽ നിങ്ങൾ ചെയ്യുന്ന ബിസിനസ് മോശമായതുകൊണ്ടോ മാത്രമാണോ എന്നുള്ളതാണ് ഈ ചോദ്യത്തിൽ ഉദ്ദേശിക്കുന്നത്. അതല്ല, നിങ്ങൾ എല്ലാം കെയർഫുള്ളി പ്ലാൻ ചെയ്ത് കറക്റ്റായിട്ടുള്ള രീതിയിലാണ് നിങ്ങൾ റിട്ടയർ ചെയ്യുന്നത് എന്നുണ്ടെങ്കിൽ, നിങ്ങൾ പ്ലാനിങ്ങോട് കൂടിയാണ് റിട്ടയർ ചെയ്യുന്നത് എന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് യെസ് എന്ന് കൊടുക്കാം. അതല്ല, നിങ്ങൾക്ക് കഴിഞ്ഞ വർഷം ഇൻക്രിമെൻറ്റ് കിട്ടിയില്ല, നിങ്ങൾക്കൊരു പ്രൊമോഷൻ കിട്ടിയില്ല എന്നുള്ളത് ഉദ്ദേശിച്ചൊക്കെ റിട്ടയർമെൻറ്റിന് ഇറങ്ങി പുറപ്പെടുന്നവർ നോ എന്നാണ് കൊടുക്കേണ്ടത്. നമ്മൾ റിട്ടയർ ചെയ്ത് കഴിഞ്ഞിട്ടുണ്ടെന്നുണ്ടെങ്കിൽ നമ്മളുടെ ഡെയിലി ലൈഫിൽ ഏകദേശം 8-9 മണിക്കൂറുകൾ അഡീഷണലായിട്ട് വരികയാണ്. ആ അഡീഷണലായിട്ട് വരുന്ന ആ സമയത്തെ നിങ്ങൾ എങ്ങനെ മാനേജ് ചെയ്യാൻ ഉദ്ദേശിക്കുന്നു എന്നുള്ളതിനെ പറ്റിയുള്ളൊരു തീരുമാനം നിങ്ങൾ എടുത്തിട്ടുണ്ടോ, അതെങ്ങനെ വേണമെന്ന് നിങ്ങൾ പ്ലാൻ ചെയ്തിട്ടുണ്ടോ എന്നുള്ളതാണ് 17ാമത്തെ ക്വസ്റ്റ്യൻ. 18ാമത്തെ ക്വസ്റ്റ്യൻ എന്താണെന്ന് വെച്ചാൽ നിങ്ങളുടെ ഭാര്യ അല്ലെങ്കിൽ ഭർത്താവ് നിങ്ങളുടെ ഈ റിട്ടയർമെൻറ്റ് ഡിസിഷനുമായിട്ട് യോജിക്കുന്നുണ്ടോ എന്നുള്ളതാണ്. അതായത് നിങ്ങൾ ഈ റിട്ടയർ ചെയ്യാനായിട്ട് തീരുമാനിച്ചു, നിങ്ങളുടെ
കൂടെയുള്ള ഫാമിലി, ഇമ്മീഡിയറ്റ് ആയിട്ടുള്ള ഫാമിലി ഈ കാര്യത്തെ പറ്റിയിട്ട് അറിഞ്ഞിട്ടുണ്ടോ, അവർ അതിനെപ്പറ്റി ഓക്കെ ആണോ എന്നുള്ളതാണ്. ഓക്കെ ആണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് യെസ് കൊടുക്കാം. നിങ്ങൾ റിട്ടയർ ആയി കഴിഞ്ഞാൽ നിങ്ങൾക്ക് കുറേയധികം അഡീഷണൽ ആയിട്ടുള്ള സമയം ഉണ്ടാവും. ആ സമയത്തെ നിങ്ങൾ സോഷ്യൽ ആയിട്ടുള്ള കാര്യങ്ങൾക്കോ മറ്റ് അഡീഷണൽ ആയിട്ടുള്ള കാര്യങ്ങൾക്കൊക്കെ വിനിയോഗിക്കുന്നത് എങ്ങനെയാണ്, എന്തിനു വേണ്ടി ഉപയോഗിക്കാമെന്നുള്ളതിനെ പറ്റിയിട്ടുള്ളൊരു തിങ്കിങ് നിങ്ങൾ നടത്തിയിട്ടുണ്ടോ എന്നുള്ളത് നിങ്ങൾ ഉറപ്പുവരുത്തണം. ഉണ്ട് എന്നുണ്ടെങ്കിൽ യെസ് എന്ന് ടൈപ്പ് ചെയ്യാം. 20ാമത്തെയും ഏറ്റവും പ്രധാനപ്പെട്ടതുമായിട്ടുള്ള ചോദ്യം എന്താണെന്ന് വെച്ചാൽ, നമ്മൾ ജോലി ചെയ്യുന്ന സമയത്ത് അല്ലെങ്കിൽ നമുക്ക് വരുമാനം വന്നുകൊണ്ടിരിക്കുന്ന സമയത്ത് നമ്മളുടെ വെൽത്ത് അക്യുമുലേറ്റ് ചെയ്യുന്ന ഒരു സ്റ്റേജിലായിരുന്നു. ഇനി നമ്മൾ റിട്ടയർ ആയി കഴിഞ്ഞാൽ അതിൽ നിന്ന് കുറേശ്ശെയായിട്ട് വിഡ്രോ ചെയ്ത് നമ്മുടെ കാര്യങ്ങൾക്കായിട്ട് ചിലവഴിക്കുകയാണ്. പല ആളുകൾക്കും വന്നിട്ടുള്ള ഒരു ബ്ലോക്ക് എന്താണെന്ന് വെച്ചാൽ, ഈ പൈസ ഉണ്ടാക്കാനുള്ള ഒരു വ്യഗ്രതയിൽ അതിൽ നിന്ന് ചിലവാക്കാനായിട്ട് ആളുകൾക്ക് മടിയാണ്. അങ്ങനെ നമ്മൾ റിട്ടയർമെൻറ്റിന് വേണ്ടി തയ്യാറാക്കിയിട്ടുള്ള ആ പണത്തിൽ നിന്ന് വളരെ കാര്യക്ഷമമായിട്ട് പണം പിൻവലിച്ചുകൊണ്ട് നമ്മൾ റിട്ടയർമെൻറ്റ് സുഖകരമാക്കി മാറ്റാനായിട്ടുള്ള ഒരു തയ്യാറെടുപ്പ്, അതിനുള്ളൊരു പ്ലാനിങ് നിങ്ങൾക്കുണ്ടോ എന്നുള്ളതാണ് ഈ 20ാമത്തെ ക്വസ്റ്റിനായിട്ട് നിങ്ങൾ ആൻസർ ചെയ്യേണ്ടത്. അങ്ങനെ ഒരു പ്ലാൻ ഉണ്ട് എന്നുണ്ടെങ്കിൽ യെസ് എന്നാണ് ടൈപ്പ് ചെയ്യേണ്ടത്. അപ്പോൾ നിങ്ങൾക്ക് ഇതുവരെ 20 ചോദ്യങ്ങൾക്ക് നിങ്ങൾ ഉത്തരം പറഞ്ഞിട്ടുണ്ടാവും. അതിൽ 16 അതിൽ കൂടുതലോ യെസ് എന്നാണെന്നുണ്ടെങ്കിൽ നിങ്ങൾ ധൈര്യമായിട്ട് റിട്ടയർമെൻറ്റുമായിട്ട് മുന്നോട്ട് പോയിക്കോളൂ. 12 മുതൽ 16 വരെയാണ് നിങ്ങളുടെ സ്കോർ എന്നുണ്ടെങ്കിൽ നിങ്ങൾ ഒരു പരിധി വരെ നിങ്ങൾ റിട്ടയർ ചെയ്യാനായിട്ട് റെഡിയാണ്. പക്ഷേ ഈ നോ പറഞ്ഞിട്ടുള്ള ഏരിയകളിൽ നിങ്ങൾ എന്തെങ്കിലുമൊക്കെ നല്ല കറക്റ്റായിട്ടുള്ള മെഷേഴ്സ് നിങ്ങൾ എടുക്കണം. 12ൽ താഴെയാണെന്നുണ്ടെങ്കിൽ നിങ്ങൾ ഒരു കാരണവശാലും റിട്ടയർ ചെയ്യാൻ തയ്യാറല്ല, നിങ്ങൾ റിട്ടയർ ആവാറായിട്ടില്ല. ഈ നോ പറഞ്ഞിട്ടുള്ള കാര്യങ്ങളിലെല്ലാം നിങ്ങൾ കാര്യക്ഷമമായിട്ട് വർക്ക് ചെയ്തുകൊണ്ട് ആ നോ പറഞ്ഞ കാര്യങ്ങളെ യെസ് ആക്കി മാറ്റാനാണ് നിങ്ങൾ എക്സ്പെക്ട്. ഇതിൽ ആർക്കെങ്കിലും റിട്ടയർമെൻറ്റ് പ്ലാനിങ്ങുമായിട്ട് മുന്നോട്ട് പോകുന്നതിനായിട്ട് എന്തെങ്കിലും സപ്പോർട്ട് വേണം എന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് നമ്മുടെ വാട്സപ്പ് നമ്പറായിട്ടുള്ള 8848030018 റിട്ടയർ എന്ന് വാട്സപ്പ് ചെയ്യാവുന്നതാണ്. അതുമാത്രമല്ല, നിങ്ങൾക്ക് ഇതുവരെ പറഞ്ഞിട്ടുള്ള കാര്യങ്ങളും അതുമായിട്ട് ബന്ധപ്പെട്ട കുറച്ച് അഡീഷണൽ ആയിട്ടുള്ള കാര്യങ്ങളും ഒരു ചെക്ക് ലിസ്റ്റ് രൂപത്തിൽ ലഭിക്കുന്നതിനായിട്ട് ഈ വീഡിയോയുടെ താഴെയുള്ള ലിങ്ക് ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് ആ ഒരു ഡോക്യുമെൻ്റ് നിങ്ങൾക്ക് ലഭിക്കുന്നതായിരിക്കും. നിങ്ങൾക്ക് സ്വന്തമായിട്ട് തന്നെ വീണ്ടും വീണ്ടും നിങ്ങൾക്കത് പരിശോധിക്കാനായിട്ട് സാധിക്കും. അപ്പോൾ ഈ പറഞ്ഞ കാര്യം, ഈ 20 ചോദ്യങ്ങൾ സ്വയം ചോദിച്ചുകൊണ്ട് നിങ്ങൾ റിട്ടയർ ചെയ്യാൻ റെഡിയാണോ അല്ലയോ എന്നുള്ളത് നിങ്ങൾക്ക് ഏകദേശം മനസ്സിലായി കാണും.